നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആന്റണി പെരുമ്പാവൂരുമായുള്ള വിഷയം ഇവിടെ ഒത്തുതീർപ്പായിരിക്കുന്നു. ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ആന്റണി പെരുമ്പാവൂരുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ആന്റോ ജോസഫും അതോടൊപ്പം തന്നെ ജേക്കബ് ചേംബറിന്റെ പ്രസിഡന്റ്, ഫിയോക്കിന്റെ പ്രസിഡന്റ് വിജയകുമാറും നേതൃത്വം നൽകി. അങ്ങനെയാണ് ഈ ചർച്ച നടന്നത്. ചർച്ച നടന്നപ്പോൾ മുന്നോട്ട് വെച്ചിരുന്നത് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്ന ആവശ്യം കാണിച്ച് അവർ കത്ത് നൽകിയിരുന്നു. മെയിലായിട്ടും ഇന്നലെ കത്തും രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആന്റണി പെരുമ്പാവൂരുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഈ പോസ്റ്റ് ഷെയർ ചെയ്ത മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആ പോസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല. മോഹൻലാൽ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്തിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ പേജിലും ഇപ്പോൾ ഇത് കാണുന്നില്ല. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഒരു മാതൃകയുള്ള ഒരു പ്രവർത്തനമാണെന്ന് ചേംബറിന്റെ വിലയിരുത്തൽ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. സജി നന്ദിയോട്ടുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അത് മാതൃകയുള്ള ഒരു പ്രവർത്തനമാണ്. അദ്ദേഹം എന്നും സിനിമയോടൊപ്പം നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട കാര്യം, സമരവുമായി മുന്നോട്ട് തന്നെയാണ് ചേംബർ പോകുന്നത്. സമരവും ഈ പോസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ചേംബർ പറയുന്നു. താരസംഘടന അമ്മയുമായുള്ള വിഷയം അതും ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ. അതും ഈ പോസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇപ്പോൾ സജി നന്ദിയാട്ട് നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഫിലിം ചേംബറിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ്. അതൊരു മാതൃകയായിട്ടാണ് നമുക്കൊക്കെ തോന്നുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? അത് തീർച്ചയായിട്ടും. കാരണം ഞാൻ പലപ്പോഴും പല ദിവസം കഴിഞ്ഞ ദിവസങ്ങളായി പല ചാനലുകളും സോഷ്യൽ മീഡിയയിലൊക്കെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് അത്. ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഫിലിം ചേംബർ? ആന്റണി പെരുമ്പാവൂരിനെ പുറത്താക്കുമോ, സസ്പെൻഡ് ചെയ്യുമോ? ഇങ്ങനെയുള്ള ഒത്തിരി എന്താ പറയുക, ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ എനിക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും സംഘടനയ്ക്ക് ഇന്ന് വരെ വിരുദ്ധമായി പ്രവർത്തിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സംഘടന എപ്പോഴൊക്കെ പ്രതിസന്ധി നേരിട്ടപ്പോഴും ആന്റണി പെരുമ്പാവൂര് ഈ സംഘടനയുടെ ഒപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂര് സംഘടനയുടെ ഈ പറഞ്ഞ ഒരു മാതൃകാ മെമ്പർ എന്ന നിലയിൽ ആരായാലും ആ സംഘടന മറ്റുള്ളവരുടെ പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെടാതിരിക്കാൻ കരുതലോടെ നീങ്ങും. കാരണം അദ്ദേഹം ഇപ്പൊ ചെയ്ത മാതൃകാപരമായ ഒരു മാറ്റമാണ്. എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു ശക്തമായ സ്വാധീനമുള്ള ഒരു ഉന്നതനായ വ്യക്തി തന്നെയാണ്. ഇപ്പം ഫിലിം ചേംബർ പോലെ ഒരു അപ്പെക്സ് ബോഡി അദ്ദേഹത്തോട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 7 ദിവസം പോയിട്ട് 2ാം പക്കത്ത് പിൻവലിച്ചു എന്ന് പറയുന്നത് ശരിക്കും ആന്റണി പെരുമ്പാവൂരിന്റെ യശസ് ഉയർന്നതോടൊപ്പം തന്നെ ഫിലിം ചേംബറിന്റെ യശസ് ഉയർന്നു. കാരണം ഫിലിം ചേംബറിനെ കളങ്കപ്പെടുത്താനോ, ഫിലിം ചേംബർ എന്ന് പറഞ്ഞ ഈ അപ്പെക്സ് ബോഡി 54 ഈ സംഘടനയെ, കേരളം ഉണ്ടാകുന്ന മുമ്പ് ഈ സംഘടനയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം അദ്ദേഹത്തിനോട് വെല്ലുവിളിക്കാം, ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് വേണം വെല്ലുവിളിക്കാം. പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്യാതെ ഈ ചേംബറിനെ അംഗീകരിച്ചുകൊണ്ട് എന്റെ ഫിലിം ചേംബർ പറഞ്ഞതല്ലേ ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു എന്താ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പല മെമ്പർമാരും പല പത്രക്കാരും ചാനലുകാരും എന്നോട് കുത്തി ഇന്ന് രാവിലെ ഒക്കെ ചോദിച്ചു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു നല്ല മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം അംഗീകരിക്കും. അദ്ദേഹം അംഗീകരിച്ചില്ല എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ആ സമയത്തല്ലേ എന്ന് പറയാൻ കാരണം എന്താണ്? അദ്ദേഹത്തെ എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, അദ്ദേഹം ഒരിക്കലും ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തെ ഞാൻ പറയട്ടെ, ഒരു മെമ്പർ എന്നേക്കാൾ എത്രയും ഫലപ്രദമായ വ്യക്തിയാണ്. അദ്ദേഹം എത്രയും പഠനങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഈ ഫിലിം ചേംബർ പോലെ ഒരു സംഘടന പറഞ്ഞപ്പോൾ ആ സംഘടനയെ മറ്റുള്ളവർ കണ്ടോ ഫിലിം ചേംബർ എന്തിനു കൊള്ളാം കടലാ സംഘടന എന്ന് പറയാതെ താനൂർ അംഗമായ തന്റെ സംഘടനയുടെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ കാണിച്ചത് മാതൃകാപരമാണ്. ഇവിടെ ആരും ജയിച്ചിട്ടില്ല. ആന്റണി പെരുമ്പാവൂരും വിജയിച്ചു, ഫിലിം ചേംബറും വിജയിച്ചു. കാരണം ഫിലിം ചേംബർ എന്ന് പറയുന്ന സംഘടനയെ പൊതുസമൂഹത്തിൽ യശസ് ഉയർത്താൻ ആന്റണി കാണിച്ച ആ ഒരു വലിയ എന്താ പറയാ അതിനോട് കാണിച്ച അനുസരിക്കാൻ കാണിച്ച വലിയ മനസ്സുണ്ടല്ലോ, അത് വലിയ ഒരു മനസ്സ് തന്നെയാണ്. അതായത് ആന്റണി അഭിനന്ദനം അർഹിക്കുന്ന ആളാണ്. ആന്റണിയെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യാൻ എനിക്കറിയാം. കാരണം ഫിലിം ചേംബറിനെ ഇനി ഒരിക്കലും ആരും ഉണ്ടോ ഈ ഫിലിം ചേംബർ പോലും പറഞ്ഞത് കേട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ പിന്നെ മലയാള സിനിമാ സംഘടനകൾക്ക് പിന്നെ പ്രസക്തിയില്ല. തീർച്ചയായിട്ടും. മുതലാളി മെറിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി മുതൽ ടി വി വാസവൻ മുതലാളി മുതൽ പഴയ പ്രതാപശാലികൾ നയിച്ച ഒരു സംഘടന ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ശിരസാ വഹിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും ഫിലിം ചേംബറിന്റെ അഭിമാനം ഉയർത്തിയ വ്യക്തിയാണ്. നല്ല മാതൃകാപരമായ അംഗമാണെന്നാണ് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും. ഈ സമരമായിട്ട് മുന്നോട്ട് പോകുമല്ലേ? സമരം ഇത് രണ്ടും പല ഇഷ്യൂ. സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞുണ്ടായ ഇഷ്യൂ ആണിത്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള
സുരേഷ് കുമാറിനെ പോലെ സീനിയറായ ഒരു വ്യക്തി, എനിക്കൊന്ന് ആന്റണി പെരുമ്പാവൂർ അതിന് പുറകിൽ ആരോ അദ്ദേഹത്തെ ചിലപ്പോൾ ആന്റണി അങ്ങനെ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ആന്റണി അത്യാവശ്യം സുരേഷ് കുമാറിനെയൊക്കെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുന്ന ആളാണ്. അപ്പൊ ആന്റണിക്ക് പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എന്തോ ഒരു ധാരണപ്പെശയിൽ വന്നതായിരിക്കാം, ഒരു വൈകാരികതയായിരിക്കാം. എങ്കിലും സമരത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധം. സമരം സർക്കാരിനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിച്ച് നൽകുന്ന പക്ഷം ഞങ്ങൾ സമരത്തിന് പിന്മാറും. പിന്നെ അമ്മയുമായുള്ള ബന്ധം, ചില അംഗങ്ങളുമായിട്ടുള്ള പ്രശ്നത്തിൽ വേതന വർധനവിനകത്ത് അവർ കുറച്ചുകൂടെ എന്താ പറയാ മര്യാദ കാണിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഫിലിം ചേംബർ പ്രഖ്യാപിച്ച ഈ സമരം സൂചനാ സമരത്തിന് ശേഷം നടക്കുന്ന ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സ്ഥിരമായി നടത്തുന്ന സമരത്തിന് ഒന്നും ഒരു മാറ്റവും ഇല്ല. സൂചനാ പണിമുടക്ക് എന്തായാലും ഉണ്ടാവും. ഈ പറഞ്ഞ മാർച്ച് 5 മുമ്പ് ഫിലിം ചേംബറിൽ ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഈ പറഞ്ഞ സൂചനാ പണിമുടക്കുന്ന ദിവസം തീരുമാനിക്കും. ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ് പിൻവലിച്ചതുകൊണ്ട് അദ്ദേഹം ചെറുതാകുകയാണോ വലുതാകുകയാണോ എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എമ്പുരാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ക്ലിയർ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിൽ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിലായിരുന്നു ആന്റണി പെരുമ്പാവൂർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു രീതിയിൽ ചർച്ചയിലേക്ക് പോയതിന്റെ സാഹചര്യത്തിൽ തന്നെയാണ് അത് പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. കാരണം എമ്പുരാൻ സിനിമയോടുമായി ബന്ധപ്പെട്ട് 27-ാം തീയതി ചിലപ്പോൾ സൂചനാ പണിമുടക്കും വരുമെന്ന് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിരുന്നു. അത്തരമൊരു തീരുമാനം ഫിയോക്ക് കൈക്കൊണ്ടിട്ടില്ല എന്നും ഫിയോക്ക് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യം എല്ലാം മുൻനിർത്തിക്കൊണ്ട് ചർച്ച ഇന്നലെ രാത്രി ഓൺലൈനായി നടന്നിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ചർച്ച നടക്കുമ്പോൾ പിൻവലിക്കാൻ എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അപ്പോൾ പിൻവലിക്കാൻ തയ്യാറായില്ല. പിന്നീട് അത് പിൻവലിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ മാതൃക കാണിച്ചു എന്നാണ് ഇപ്പോൾ ഫിലിം ചേംബറിന്റെ വിലയിരുത്തൽ. എന്തായാലും വലിയ വിവാദങ്ങൾക്ക് ഒരു സമാധാനത്തിലൂടെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്നാൽ സിനിമാ സമരവുമായി മുന്നോട്ട് തന്നെ പോകും. ചേംബർ പ്രഖ്യാപിച്ച സൂചനാ പണിമുടക്ക് സർക്കാരിനെതിരായ പണിമുടക്കായി മുന്നോട്ട് പോകുമെന്നും ഇവർ ഇപ്പോൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.